നിങ്ങളുടെ റൂബി മാഡം പോയോ? ഇല്ല സർ, സിഗ്നലിലൊരു ഹിറ്റ് ആൻഡ് റൺ കേസ്, അത് നോക്കാനായിട്ട് പോയതാ. ആ അത് കിടക്കട്ടെ, ഞാനേ നമ്മുടെ മനോഹരനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല സാറേ, അത് മാഡം പറയാതെ ലോക്കപ്പ് തുറക്കാന്ന് വെച്ചാ. എടി കൊച്ചേ, ഈ നടേശൻ സാറ് DOSP ആയിരുന്ന ആളാ. നിന്റെ റൂബി മാഡത്തിനോട് ഞാൻ പറഞ്ഞോളാം. നടേശൻ സാറ് ലോക്കപ്പ് തുറക്കാൻ പറഞ്ഞ നീ അങ്ങ് തുറന്നാ മതി. വേറെ ഒന്നിനുമല്ല, ഈ ഭക്ഷണപോതി ഒന്ന് കൊടുക്കാനാ. എന്നെ കൊല്ലാനായി ആളെ വിട്ടവനാണെങ്കിലും ഒരു മനുഷ്യജീവിയല്ലേ, വിശന്നിരിക്കണ്ട. ചെല്ല് ചെല്ല്. മനോഹരോ, മനോഹരന് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ട് വന്നത്. അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട സാറേ, ചെയ്തെടുത്തോളം ഉപകാരത്തിന് നന്ദിയുണ്ട്. ഓ, അതിന് ഞാൻ ഉപകാരം ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ മനോഹര. മനോഹര, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ മകളാ. അവളുടെ ഒരാഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വളരെ രമ്യതയിൽ പറയുകയാണ്, മനോഹരൻ തന്നെ സിദ്ധാർത്ഥനും എൻ്റെ മകൾ ചന്ദ്രലേഖയും തമ്മിലുള്ള കല്യാണത്തിന് മുന്നിൽ നിൽക്കണം, അവളെ അനുഗ്രഹിക്കണം. ദേവിക കൂടി പറഞ്ഞാൽ സിദ്ധാർത്ഥൻ ചന്ദ്രലേഖയെ കല്യാണം കഴിക്കും. മനോഹരൻ അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറയത്തില്ല സാറേ, സിദ്ധു എനിക്കെൻ്റെ മോനെ പോലെയാണ്. ദേവിക എൻ്റെ സ്വന്തം മോളാ. അവരൊന്നിച്ച് ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാണാൻ മനോഹരൻ ഈ ഭൂമിയിൽ ഉണ്ടാകൂ. ഞാൻ സ്വർഗത്തിരുന്നത് കണ്ടോളാം സാറേ. അപ്പോ കാര്യങ്ങൾ ഒരു നടക്ക് തീരത്തില്ല, ഇരുട്ട് വെളുപ്പിക്കും അല്ലേ? അതെ. ശരി, മര്യാദയ്ക്കായിരുന്നെങ്കിലേ നാളെ ഞാൻ കേസ് പിൻവലിച്ചു. ഇനിയിപ്പോ കോടതി തീരുമാനിക്കട്ടെ. അപ്പോ ഈ ഭക്ഷണപ്പൊതി ഞാൻ എന്ത് ചെയ്യണം? സാറ് തന്നെ കഴിച്ചാൽ മതി. പോകുന്ന വഴിക്ക് സാറ് ഈ ഭക്ഷണപ്പൊതി തെരുവ് നായ്ക്കൾക്കൊന്നും കൊടുത്തേക്കരുത്. വേറൊന്നും കൊണ്ടല്ല, അവറ്റകൾക്കും മിനിമം അന്തസ്സുണ്ട്.